ഈ ബി സ്പോർട്സ് ഇന്ത്യ എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ജേർണി വരെ ഇവിടെ വരെ എത്തി നിൽക്കുന്നു, എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനു മുന്നേ ചെയ്യാത്ത കാര്യങ്ങളായതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് ചെയ്യേണ്ടതും പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഫസ്റ്റത്തെ തന്നെ പറയുകയാണെങ്കിൽ മാംഗ്ലൂരിൽ ഷോപ്പ് ഇടുന്നത് നമുക്ക് ശരി നമുക്ക് പേടി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കി ഇട്ടു. അതുപോലെ മീററ്റിലേക്ക് പോകുന്നതാണെങ്കിലും നമ്മൾ ഓക്കെ നമുക്കറിയില്ല, ലാംഗ്വേജ് അറിയില്ല, പക്ഷെ നമ്മൾ ഇട്ടു. നമുക്കൊരു ജേഴ്സി ഓർഡർ തൃശ്ശൂർക്ക് വന്നിട്ടുണ്ടായിരുന്നു, വലിയൊരു ഓർഡർ, ഒരു ഇവന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. സെപക്താക്രോ ഇവന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂർണമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ജേഴ്സി ഓർഡർ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. അത് നമ്മൾ ബസ്സിൽ കയറ്റിയിട്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് അവരെടുക്കാന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹർത്താലായി, മിന്നൽ ഹർത്താലായി. ബസ്സൊക്കെ KSRTCയുടെ ഒക്കെ കുറേ തല്ലിപ്പൊളിച്ചു എന്നുള്ള എനിക്കൊന്നും അറിയുന്നില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്ന് ഞങ്ങനെ കാര്യം ചോദിക്കുമ്പോൾ ഹർത്താൽ, ഞാൻ അറിഞ്ഞിട്ടില്ല, ഹർത്താലാണെന്നേ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് വിളിച്ചു ചോദിച്ചു അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ മൂടുബിദ്രിയിൽ നിന്നാണെങ്കിൽ 8 മണിക്ക് ശേഷം ബസ്സില്ല, മാംഗ്ലൂർക്ക് ബസ്സില്ല. ഞാനപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഫുഡൊന്നും കഴിക്കുകയാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് എങ്ങനെ ഇറങ്ങി ഓടി